ഹോം ഓഫ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു തൊടുകറിയാണ് തയ്യാറാക്കുന്നത്. 2 നാരങ്ങ വെച്ച് വളരെ എളുപ്പത്തിൽ ഒരു അസൽ നാരങ്ങ കറി. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. 2 നാരങ്ങ വെച്ചിട്ടാണല്ലോ നമ്മളിവിടെ നാരങ്ങ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു വലിയ നാരങ്ങയുടെ അളവിലുള്ള പുളി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഇത് സോക്ക് ചെയ്യാൻ മാറ്റി വെക്കാം. ഇതൊരു 10 മിനിറ്റ് സോക്കാവുന്ന സമയത്ത് നമുക്ക് നാരങ്ങ കട്ട് ചെയ്യാം. അപ്പോൾ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് ആദ്യം അതിനെ 2ആയിട്ട് മുറിക്കുക. എന്നിട്ട് ഒരു പീസ് എടുത്തിട്ട് വീണ്ടും അതിനെ 2ആയിട്ട് മുറിക്കണം. ഇതുപോലെ വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഒരു നാരങ്ങയിൽ നിന്ന് തന്നെ നമുക്ക് 8 കഷ്ണങ്ങൾ കിട്ടും. അങ്ങനെ 2 നാരങ്ങയിൽ നിന്ന് നമുക്ക് 16 പീസസ് കിട്ടി. ഇതിനെ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പുളിയൊക്കെ നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ച് നമ്മൾ പാകം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി എന്നിവ കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇത് സ്റ്റൗവിൽ വെച്ച് നമുക്കൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇതിലെ വെള്ളം അല്പം വറ്റി ആ ഗ്രേവി അല്പം തിക്കാവുന്നവരെ നമുക്കൊന്ന് നന്നായി ഇത് തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഇതുപോലെ നല്ലൊരു തിക്കായി വരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ച നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്യും. ഓവർ മിക്സ് ചെയ്യരുത്, അപ്പോൾ ഇതിൻ്റെ കയ്പ്പ് കൂടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. ഇത് ഇതുപോലെ ഒന്ന് നന്നായി തിളച്ചു വരണം. ഇനി ഇതിലേക്ക് ഒരാണി ശർക്കര അതുപോലെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചിരവിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശർക്കര ചേർത്തപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തിടണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ശേഷം 2 ചുവന്ന മുളക് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാരങ്ങ കറി തയ്യാറായി കഴിഞ്ഞു. ഈ കറി ഇരിക്കുന്നതോറുമാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ തിക്കും കൂടിയാകും. എരിവും പുളിയും മധുരവും ഒക്കെ കൂടി ചേർന്ന ഒരു അസാധ്യ ടേസ്റ്റാണ് ഈ കറിക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.